ഹലോ, ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണെന്നറിയോ? നല്ല തണുപ്പ് കാലം തുടങ്ങിയതുകൊണ്ട് ചോറിനൊപ്പം തൊട്ട് കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇതിപ്പോൾ നമ്മുടെ ഈ പച്ചമുളകാണ്, പക്ഷേ അത് എരിവില്ലാത്ത കേട്ടോ. നാട്ടിൽ നമ്മൾ കിഴക്കൻ മുളകെന്നൊക്കെ പറയത്തില്ല, വൈറ്റ് കളറിൽ. അപ്പോൾ അതുമാതിരിയുള്ള ഒരു പച്ചമുളകാണത്. ഇതിനകത്ത് അധികം എരിയൊന്നുമില്ല. ഇതിവിടെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ സാധാരണ ബജി ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്ന് ഇത് വെച്ചാൽ നല്ലൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുമാതിരി കട്ട് ചെയ്ത് എടുക്കാം. ഇതുമാതിരി ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തതായിട്ട് നമുക്ക് അല്പം പുളിയൊന്ന് വെള്ളത്തിൽ കുതിരാനിടാം. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടിയിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് കടുകിട്ട് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടൊന്ന് കടുക് വയ്ക്കാം. ആ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മുളകൊന്ന് ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നല്ലമാതിരി വഴറ്റാം കേട്ടോ. നല്ല മാതിരി ഒന്ന് വഴറ്റി അത് നല്ല മാതിരി ഒന്ന് പച്ച ചുവയൊക്കെ വാടി വരണം. ഇതുമാതിരി നല്ല മാതിരി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ നമുക്ക് അല്പം ഒന്ന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഇട്ടൊന്ന് വഴറ്റിക്കോളൂ. ഇപ്പം നല്ല മാതിരി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് അല്പം ഒന്ന് എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിൽ നിന്നും കുറച്ച് മതി കേട്ടോ. ഇത് കായപ്പൊടിയാണ്. അല്പം കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. മുളക് കറിക്കൊക്കെ കായപ്പൊടി ചേർക്കുന്നതിന് നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് എടുത്ത് വെച്ചിരുന്ന പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ പുളിയുടെ വെള്ളം ഒന്ന് അല്പം ഒഴിച്ച് കൊടുക്കാം. അത് ഇടയ്ക്കൊന്ന് നോക്കി നോക്കുള്ളൂ കേട്ടോ. പുളി ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. അല്പം മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ചെറിയ കഷ്ണം ശർക്കര ചേർക്കാം. എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി ചേരുമ്പോൾ, മധുരവും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ചോറിനൊപ്പം തൈരൊക്കെ വെച്ചിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതെ, പുളി അല്പം കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അല്പം കൂടി ചേർത്തിട്ടുണ്ട് പുളി. ഉപ്പ് ആവശ്യമാണെങ്കിൽ അല്പം കൂടി ചേർക്കുള്ളൂ കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അല്പം ഗ്രേവി കിട്ടാനായിട്ട് നമുക്ക് അല്പം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല മാതിരി ഒന്ന് തിളപ്പിച്ചേക്കണേ. ഒരു 1 മിനിറ്റ് നല്ല മാതിരി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മുളക് കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. ഈ കറി ചോറിനൊപ്പം തൈരൊക്കെ ഒഴിച്ചിട്ട് തൊട്ട് കൂട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.